ഇനി അടുത്ത് നമ്മളോട് സംസാരിക്കുന്നത് ശേഷം ഇന്ററാക്ഷൻ 3 പേരുടെയും ടോക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ററാക്ഷനും കൂടിയുണ്ട്. റിയ ഫാത്തിമയാണ്. റിയ ഫാത്തിമ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മാനേജ്മെന്റ് സ്ഥാപനമാണ്. ഇന്റഗ്രേറ്റഡ് IPM കോഴ്സ് +2 കഴിഞ്ഞതിന് ശേഷം 5 വർഷത്തെ മാനേജ്മെന്റ് കോഴ്സ് അഡ്മിഷൻ കിട്ടിയ അതാണ് റിയ ഫാത്തിമ. റിയ ഫാത്തിമ നമ്മോട് സംസാരിക്കുന്നതാണ്. പ്ലീസ് റിയ ഫാത്തിമ. ഹലോ, ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിൽ പരിപാടി മുന്നോട്ട് പോവാറില്ല. അതാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓഡിബിൾ. അപ്പൊ എന്റെ പേര് റിയ ഫാത്തിമ. ഞാനിപ്പം IIM റോട്ടക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റോട്ടക്കില് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഓഫ് മാനേജ്മെന്റ് IPM എന്ന് പറഞ്ഞ കോഴ്സിന് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അപ്പം ഈ കോഴ്സിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ IIM തന്നെ 3 years ഓഫ് BBA പ്ലസ് MBA, അതായത് നമ്മൾ 3 കൊല്ലം BBA പഠിക്കും. അതെന്ന് പറഞ്ഞാൽ ബാക്കി കോളേജസ് ഓഫർ ചെയ്യുന്ന BBA ആയിരിക്കില്ല. വി ഹാവ് ആർട്സ് ആൻഡ് ഡ്രാമ. അതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ വരെ 2 കോളേജസ് ആണ് പ്രൊവൈഡ് ചെയ്തത്, IIM റോട്ടക്കും IIM ഇൻഡോറും. ഞാൻ IIM റോട്ടക്കിലാണ്. അപ്പം 3 years BBA എന്ന് പറഞ്ഞാൽ നമുക്ക് എക്കണോമിക്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഈ 3 സ്ട്രീമിലും ഉള്ള സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 3 വർഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊമേഴ്സ് സ്റ്റുഡൻസ് മാത്രം എഴുതണം എന്നുള്ളതോ അല്ലെങ്കിൽ സയൻസ് സ്റ്റുഡൻസിന് മാത്രം പോകാൻ പറ്റുമെന്നില്ല. എല്ലാ സ്ട്രീമിലുള്ള ആൾക്കാർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്ന എക്സാം ആണ്. കാരണം മിക്സ്ഡ് ആയിട്ടാണ് അതിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ വരുന്നത്. അപ്പം ആഫ്റ്റർ 3 years നമ്മൾ ബാക്കി കാറ്റ് എക്സാം എഴുതിയിട്ട് പുറത്തുനിന്ന് വരുന്ന MBAക്ക് വേണ്ടി 2 yearsന് വരുന്ന ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ കൂടെ നമ്മളെ ബാച്ച് കയറും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഓൺലി 2 years ഓഫ് IIM ഒരു ഗൈഡൻസ് അല്ല നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ 5 years നമ്മള് ഗ്രാജുവേഷൻ കഴിഞ്ഞത് മുതൽ നമ്മൾ IIM സ്റ്റുഡൻസ് ആണ്. അവർ പറയാ എന്താ വെച്ചാൽ യു ആർ IIM പ്രോഡക്ട്സ് ഫ്രം ദ ബിഗിനിങ്. അതായത് 3 years നിങ്ങൾ ഓൾറെഡി IIM പ്രോഡക്ട്സ് ആണ് ആൻഡ് യു ഗോ വിത്ത് ദി അതർ പീപ്പിൾ. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ കൂടെ നിങ്ങൾ പോവാണ്. അപ്പം ഫ്രം എ ലെവൽ +2 കഴിഞ്ഞ ആ സമയം തൊട്ട് മുതൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിൽ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുകയാണ്. അപ്പൊ ഇതിന് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ടാണ് നമ്മൾ കയറുന്നത്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ ആണ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് +2 കഴിഞ്ഞത്. അപ്പം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് വീട്ടിൽ നിന്നാണ് എക്സാം എഴുതിയത്. അപ്പൊ ആദ്യം ഒരു 3 മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. 3 മോക്ക് ടെസ്റ്റിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ അവർ മെയിൻ എക്സാം എഴുതിപ്പിക്കുകയുള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ക്യാമറ ഒക്കെ ഓണാക്കി ഫുൾ അതിനായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു മന്ത് മുതലേ അവരിങ്ങനെ തരും, പ്രിക്കോഷൻസ് ഒക്കെ തരും. ഇങ്ങനെ 3 എക്സാം ഉണ്ടാവും, എങ്ങനെ എഴുതണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മെയിൽ വരും. അപ്പൊ ഈ 3 മോക്ക് ടെസ്റ്റിന് ശേഷം ഒരു മെയിൻ എക്സാം ഉണ്ടാവും. ഈ എക്സാമിന് വരുന്ന ഫീൽഡ് എന്തൊക്കെയാന്ന് വെച്ചാല് ഇറ്റ്സ് ലോജിക്കൽ റീസണിങ്, ജനറൽ നോളജ്, ഇംഗ്ലീഷ്, അതായത് നമ്മളെ വൊക്കാബുലറി, റീഡിങ് കോംപ്രിഹെൻഷൻ, അതൊക്കെ. പിന്നെ മാത്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് മാത്സ് ആണുള്ളത്. ഒന്ന് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിന്റെ മാത്സ്, അതായത് അക്കൗണ്ട്സ്, ബേസിക് ഇൻട്രസ്റ്റ്, ആ കൈൻഡ് ഓഫ് മാത്സ്. ആൻഡ് പിന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ആൻഡ് വെലോസിറ്റി, സ്പീഡ്, ആ കൈൻഡ് ഓഫ് വേർഡ് പ്രോബ്ലംസും ആണ് വന്നത്. അപ്പൊ മാത്സ് 2 സ്ട്രീമിനും മാത്സ് വന്നു. പിന്നെ ഇംഗ്ലീഷ്, ലോജിക്കൽ റീസണിങ് ആൻഡ് ജനറൽ നോളജ്, ഇതൊക്കെയാണ് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഈ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാം. ഈ എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂവിന് വിളിക്കും. അപ്പം ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് അതും എനിക്ക് ഓൺലൈൻ ആയിരുന്നു, കൊറോണ ആയതുകൊണ്ട്. അപ്പം ഇറ്റ്സ് ലൈക്ക് കുറച്ച് ആൾക്കാർ, അപ്രോക്സിമേറ്റ്ലി ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് വളരെ കുറച്ച് ആൾക്കാരതാണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ക്യാമ്പസ് 60% ഓഫ് ഗേൾസിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഈ കോഴ്സിന് തന്നെ അവർ 60% ഓഫ് ഗേൾസിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടു ഓൾ ദ ഗേൾസ് ഔട്ട് ദെയർ, പ്ലീസ്, നിങ്ങൾക്ക് അവസരമുണ്ട്, ആൻഡ് ബോയ്സ്. അപ്പൊ ഇന്റർവ്യൂവിന് അവർ ചോദിക്കാന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ജനറൽ നോളജ്. അന്ന് രാവിലെ TV 9 മണിക്കാണ് ഇന്റർവ്യൂ എന്നുണ്ടെങ്കിൽ 8 മണി വരെ അല്ലെങ്കിൽ 8:45 വരെ എന്താണോ നമ്മൾ ന്യൂസിൽ കണ്ടത് അതൊക്കെ ആലോചിച്ച് വെക്കുക. യു ഷുഡ് ബി അവെയർ ഓഫ് എവറിത്തിങ്. അവരെന്ന് പറഞ്ഞാൽ എന്നോട് ഫസ്റ്റ് ചോദിച്ചത് നമ്മുടെ ആ സമയത്ത് ചൈന ഇന്ത്യ പൊളിറ്റിക്കൽ
വാറായിരുന്നു. അപ്പം ദാറ്റ് വാസ് ക്വൈറ്റ് ഈസി. അപ്പം ഞാനത് പറഞ്ഞു. പക്ഷെ പിന്നെ അവർ ചോദിക്കാന്ന് വെച്ചാൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ്. ലൈക്ക് നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, അപ്പൊ തന്നെ അവർ അത് സെർച്ച് ചെയ്തിട്ട് അതിനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഏത് വില്ലേജിൽ നിന്നാണ്, അവിടെ മാനേജ്മെന്റ് റിലേറ്റഡ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ചോദിക്കാന്ന് പറഞ്ഞാല് നമ്മുടെ സ്ട്രീം, എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്റെ സ്ട്രീം ഏതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബയോളജി സയൻസ്, ഞാനൊരു ബയോളജി സയൻസ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ പിന്നെ അവര് ബയോളജി, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഇതിന്നെല്ലാം ഇന്റർവ്യൂല് ക്വസ്റ്റ്യൻ. അപ്പൊ വളരെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 15 minutes എടുത്തിട്ടാണ് അവർ നമ്മളെ ഇന്റർവ്യൂ ചെയ്ത് എല്ലാം ഇതാക്കി. അപ്പം ഇന്റർവ്യൂല് എന്ന് പറഞ്ഞാൽ എല്ലാ ഉത്തരങ്ങളും നമുക്ക് അറിഞ്ഞോളണം എന്നില്ല. എനിക്കും അറിയൂല ഇനി എല്ലാ ആൻസേഴ്സും ഒബ്വിയസ്ലി. പക്ഷെ അവിടെ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ പാട്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. മുന്നിൽ നിന്ന് ചോദ്യം വന്ന് നമുക്ക് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിലും പതറാതെ വിത്ത് എ സ്മൈൽ, വിത്ത് റെസ്പെക്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുക. നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് അവിടെ കാണിക്കുക. കാരണം ഇന്റർവ്യൂവിൽ അത് വളരെ അതിന്റെ ഒരു ബേസ് തന്നെ അതാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ റിയലി എസെൻഷ്യൽ. അപ്പം 3 മോക്ക് ടെസ്റ്റ്, ഒരു മെയിൻ എക്സാം, ഒരു ഇന്റർവ്യൂ, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ബാച്ചിലേക്ക് വിളിക്കുക. ഈ കോഴ്സിനെ പറ്റി ഞാൻ പറഞ്ഞ പോലെ 3 years of BBA and 2 years of MBA ആണ്. ഇപ്പൊ ഞാൻ എൻറോൾ ചെയ്തിട്ട് ഇപ്പൊ എന്റെ ടേം ഫൈനൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അപ്പം നമുക്ക് വരുന്ന സബ്ജക്ട്സ് എന്താന്ന് വെച്ചാൽ വി ഹാവ് എക്കണോമിക്സ്, അക്കൗണ്ട്സ്, അങ്ങനെ കൊമേഴ്സ് സബ്ജക്ട്സ് ഉണ്ട്. പ്ലസ് വി ഹാവ് സോഷ്യോളജി, ഫിലോസഫി, സൈക്കോളജി, ഈ ഹ്യൂമാനിറ്റീസ് കൈൻഡ് ഓഫ് സബ്ജക്ട്സും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഉണ്ടാവും, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ. പിന്നെ നമുക്ക് ഇതൊന്നും കൂടാണ്ട് വി ഹാവ് ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷന്റെ പാർട്ട് ആവുമ്പം നമ്മൾ എങ്ങനെ അവിടെ മാനേജ്മെന്റ് നടത്തണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ബ്രീഫ് കോഴ്സ് ആണ്. അപ്പൊ അതിനെന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് പ്രോജക്ട്സ് ആൻഡ് കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ പ്രസന്റേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞാല് ആസ് ദ നെയിം സജസ്റ്റ് പ്രസന്റേഷൻ സ്കിൽസ്. സോ അതിനെ പറ്റി ഒരു കോഴ്സ് ഉണ്ടാവും. പിന്നെ ബിസിനസ് എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എറ്റിക്കറ്റ്സ് ആസ് യു ഓൾ നോ ആർ ബേസിക് മാനറിസംസ്. നമ്മൾ ഒരു ദേ പ്രൊവൈഡ് യു. ഈ ഒരു കോഴ്സ് തന്നെ നമുക്ക് BBA ആണെന്ന് പക്ഷെ വിചാരിക്കില്ല. കാരണം നമ്മൾ പുറത്ത് ഇറങ്ങി ഒരു ബിസിനസ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എൻവയോൺമെന്റിൽ എത്തിയാൽ നമുക്ക് ബേസിക് നീഡ്സ് എന്തൊക്കെ ആവശ്യം, ഫ്രം ദ കട്ട്ലറി, നമ്മളൊരു ബിസിനസ് മീറ്റിംഗിന് പോയാൽ സ്പൂൺ ഓർ ഫോർക്ക് ഓർഗനൈസ് ചെയ്ത രീതി മുതൽ നമുക്ക് പ്രസന്റ് ചെയ്യുന്ന രീതി വരെ അതിനുള്ള കോച്ചിങ് അവർ തരാണ് വിത്തിൻ ഫസ്റ്റ് ഇയർ. ആൻഡ് ദി അനദർ ഹൈലൈറ്റ് ഇസ് വിത്തിൻ ഓൾ ദ 5 years, എല്ലാ 5 വർഷവും നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം. അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, June 13th മുതൽ എന്റെ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഫസ്റ്റ് ഇയർ അവർക്കൊരു ബിലീഫ് ഓർ കൈൻഡ് ഓഫ് അവരുടെ സജഷൻ ആണ് വി ഷുഡ് ജോയിൻ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് വർക്ക്സ് ഇൻ അവർ ഓൺ ഏരിയ. അതായത് നമ്മുടെ നാട്ടിൽ നമ്മളെ ബെനിഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. കാരണം ദാറ്റ്സ് ഇസ് കൈൻഡ് ഓഫ് മേ ബി ദെയർ ബിലീഫ് ഓർ ഫോർ അവർ ഗുഡ് വിഷസ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും എക്സാം കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 മാസ കാലാവധിക്ക് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. അതായത് നമ്മൾ വെക്കേഷന് വെറുതെ ഇരിക്കുന്നില്ല. ടു ഓൾ ദ സ്റ്റുഡൻസ് ഹു ആർ എയിമിംഗ് ഫോർ ദി എക്സാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഹാർഡ് വർക്ക് ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ഫോർ എനി കോഴ്സ്. ബട്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇത് ഫൈനൽ ആയി കഴിഞ്ഞു, ഇനി റിലാക്സ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരിക്കലും വെക്കരുത്. ബിക്കോസ് ദ ജേർണി ബിഗിൻസ് ഓൺലി. കാരണം ഐ ഹവ് ബീൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ ഒരു ടൈമും ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ല. വി ആർ ഓൾവേസ് പ്രൊഡക്റ്റീവ്. കാരണം നമുക്കൊരു ഓപ്ഷൻ ഈ കോളേജ് തരുന്നുണ്ട്. അതായത് 3 years BBA കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ IIMസിനുള്ള കാറ്റ് എക്സാം എഴുതാം, എനിക്ക് ചേഞ്ച് ചെയ്യാം. 3 years BBA കഴിഞ്ഞിട്ട് MBAക്ക് വേണമെങ്കിൽ എനിക്ക് വേറെ IIMസിൽ ചേഞ്ച് ചെയ്യാം. ഇഫ് നോട്ട് ഐ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ സെയിം കോളേജ്. അപ്പം ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് മുതൽ ഗ്രൂപ്പ്സ് ഉണ്ടായി. കാറ്റ് 3 years കഴിഞ്ഞിട്ടുള്ള കാറ്റിനുള്ള ഗ്രൂപ്പ് ഉണ്ടായി. കുട്ടികൾ പ്രിപ്പറേഷൻ തുടങ്ങി. ആരും ഒരു മിനിറ്റും വെറുതെ ഇരിക്കുന്നില്ല. നമ്മളെ ക്ലാസ്സിന്റെ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി മുതൽ ക്വിസ് ഉണ്ടാവും. അതായത് തലേ ദിവസം എന്താണോ ക്ലാസ്സിൽ എടുത്തത് അതിനെ പറ്റിയുള്ള ക്വിസസ് ഉണ്ടാവും രാവിലെ. അതാണ് നമ്മുടെ ഗ്രേഡിന്റെ ടോട്ടലില് 10% ഓഫ് ആ ഗ്രേഡ്സ്
വെയിറ്റേജ് ഉള്ളത് ക്വിസസിനാണ്. അപ്പൊ രാവിലെ തന്നെ എണീറ്റ് ക്വിസ് ഉണ്ടാവും. ആ ക്വിസ് കഴിഞ്ഞ ഉടനെ ക്ലാസ് തുടങ്ങും. 75 minutes ഡ്യൂറേഷൻ ആണ് ഒരു ക്ലാസ്. അങ്ങനെ ഒരു ദിവസം 5 or 6 പീരിയഡ്സ് ഉണ്ടാവും. അതായത് രാത്രി 7 മണി വരെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. ഓൺലൈൻ മോഡാണ്. എക്സാംസ് കറക്റ്റ് ടൈമിന് നടക്കും. ക്ലാസ്സസ് ആസ് യൂഷ്വൽ കറക്റ്റിന് പോവും. നോ പോസ്റ്റ്പോണ്ടിങ്, നോ പ്രീപോണ്ടിങ്. പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് ക്ലാസ് 7 മണിക്ക് കഴിഞ്ഞാൽ വിൽ ഹാവ് ഗ്രൂപ്പ് മീറ്റിംഗ്സ്. ഇന്ററാക്ഷൻ ഇസ് ദ കീ. ഒരിക്കലും എവിടെ ആയാലും മിണ്ടാതെ ഇരിക്കരുത്. കാരണം നമ്മൾ ആ ഒരു സർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്തിച്ചെല്ലുന്നത് തന്നെ ചെറുപ്പത്തിൽ തൊട്ട് ട്രെയിനിങ് കിട്ടി വളർന്ന് അത്രക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരുന്ന കുട്ടികളുടെ ഇടയിലാണ്. അപ്പം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആവും. ഈ അക്കാഡമിക്കലി ആരും ഒന്നിനും നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് വേണോന്ന് ചോദിക്കാൻ നിൽക്കൂല. നമ്മൾ അങ്ങോട്ട് കയറി നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 7 മണി വരെ നമുക്ക് ക്ലാസ് കഴിഞ്ഞാൽ വിൽ ഹാവ് ഗ്രൂപ്പ് പ്രോജക്ട്സ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു എസെൻഷ്യൽ കീ ആണ്. ഫ്രം ദ ബിഗിനിങ് വിൽ ഹാവ് ഗ്രൂപ്പ്സ്. എല്ലാ കാര്യങ്ങളും യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ്. കാരണം മിണ്ടാതെ അവിടെ ഇരുന്നാൽ യുവർ കോളേജ് ലൈഫ്, കാരണം പ്രോജക്ട്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് അസൈൻ ചെയ്യില്ല ഗ്രൂപ്പ്. ദിൽ സേ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കുക, നമ്മൾ സ്വന്തം ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, അതാണ് പറയാ. അപ്പൊ നമ്മൾ ഈ മിണ്ടാതെ ഇരിക്കുക അല്ലെങ്കിൽ ഒന്നിലും ആക്റ്റീവ് അല്ലാണ്ട് ഇരുന്നാൽ എന്താ സംഭവിക്കുക പറഞ്ഞാല് ഗ്രൂപ്പ്സ് ഒക്കെ തന്നാൽ ഉണ്ടായി പോകും. ഈ ഗ്രൂപ്പ് പ്രോജക്ട്സ് ആണ് എക്സാമിനും കാട്ടി ചിലപ്പോൾ ഈ പ്രസന്റേഷൻ സ്കിൽസ്, ബിസിനസ് മാനേജ്മെന്റ് അങ്ങനത്തെ കോഴ്സസിനൊക്കെ നമ്മൾ ചെയ്യുന്ന ഗ്രൂപ്പ് പ്രോജക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് മെറ്റീരിയൽസ് ഇതാണ് എക്സാമിനും കാട്ടി വെയിറ്റേജ് വരിക. അപ്പം നമ്മൾ ആക്റ്റീവ് അല്ല, ക്ലാസ്സസിൽ ആക്റ്റീവ് അല്ല, കമ്മ്യൂണിക്കേറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഗ്രൂപ്പ് പ്രോജക്ട്സിന്റെ ടൈമിൽ നമ്മളെ ആരും അപ്രോച്ച് ചെയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടാവരുത്. ബിക്കോസ് യു ഷുഡ് ബി എവ്രിവെയർ. ക്ലാസ്സസിലായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം നമ്മൾ ആൻസർ പറയണം. കാരണം ടീച്ചേഴ്സ് മാർക്ക് ചെയ്യും, ടീച്ചേഴ്സ് ഇതാക്കും. പിന്നെന്ന് പറഞ്ഞാല് എല്ലാ ടീച്ചേഴ്സും ചെയ്യും, എല്ലാരെ കൊണ്ടും സംസാരിപ്പിക്കും. അവര് പേരെടുത്ത് പറഞ്ഞതിനെ ചെയ്യിപ്പിക്കും. അപ്പൊ ബാക്കോട്ട് നിൽക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ല. യു ഷുഡ് ബി ഓൾവേസ് ഫോർവേഡ്. എന്തിനായാലും ഒരിക്കലും എന്താ പറയാ ഗാങ്സ് അങ്ങനെ ഒരു ക്ലസ്റ്റർ ആയിട്ടല്ല ആൾക്കാർ നിൽക്കുക. എല്ലാരോടും സംസാരിക്കും. ഇറ്റ്സ് ഓൾവേസ് ഇന്ററാക്റ്റീവ്. ഞാൻ പറഞ്ഞ പോലെ 7 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ ആരും സ്വന്തം ലോകത്ത് പോയി ഉറങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നില്ല. ആഫ്റ്റർ ദാറ്റ് യു വിൽ ഹാവ് വർക്ക് ഫോർ ഗ്രൂപ്പ് പ്രോജക്ട്സ്. അത് കഴിഞ്ഞാൽ ചിലപ്പം ഈ സൺഡേ ഒരു റിലാക്സിംഗ് ഡേ ആണെങ്കിൽ ദേ വിൽ കീപ് ലൈക്ക് we all can chill together, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സംസാരിച്ചിരിക്കാം, അല്ലെങ്കിൽ we have some political debates or അങ്ങനെ എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം once you enroll into this course, you are always in this course. ഓൺലൈൻ ആയാലും I am so much affected by that. Your 24-hour cycle is devoted to that course. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുകയാണ്. മെയിൻ ആയിട്ട് ഇതിനോണ്ട് തന്നെയാണ് ഞാൻ കോഴ്സ് ചൂസ് ചെയ്തത്. കാരണം അക്കാഡമിക്സ് നമ്മൾക്ക് പഠിക്കാനും എഴുതാനും ഉള്ള കഴിവ് മാത്രമല്ല ഇവിടെ വാല്യൂ ചെയ്യുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങളിൽ ശ്രദ്ധ, പിന്നെ മൾട്ടി ടാസ്കിങ്. ഈ ഒരു കോഴ്സ് നമ്മളെ കോളേജ് ലൈഫ് കൊണ്ടുപോകുന്ന അതേ സമയത്ത് തന്നെ there are students who handle multiple internships. അതായത് ആ സമയത്ത് അവര് വേറെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കും ചെയ്യുന്നുണ്ട്. they are always future oriented. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ദിസ് ഇസ് റിയലി വണ്ടർഫുൾ ക്യാമ്പസ് ലൈഫ്. ദിസ് ഇസ് റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പം എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്താലൊന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് IIM റോട്ടക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 years ആയിട്ടുള്ളൂ. നമ്മളാണ് സെക്കൻഡ് ബാച്ച്. അപ്പം അതുകൊണ്ട് തന്നെ വി ഹാവ് സ്റ്റാറ്റിസ്റ്റിക്സ് ലൈക്ക് നമുക്ക് ആനുവൽ മീറ്റ്സ് ഉണ്ടാവും. അതിന് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫോസിസിന്റെ ഓണർ, അങ്ങനെ നോട്ടബിൾ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ. അപ്പം അവരുടെ മുന്നിൽ നമുക്കൊരു വട്ടം IPM-ന്റെ സാധ്യതകളെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ കൈൻഡ് ഓഫ് സ്റ്റഫ് ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് മാത്രം. അപ്പൊ അതിൽ എന്ന് പറഞ്ഞാൽ ഇൻഡോർ ആൻഡ് റോട്ടക് ആ ടൈമിലുണ്ടായിരുന്നു. ഇപ്പൊ റാഞ്ചിയിലും ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട് ഈ കോഴ്സ്. അവർ പ്രസന്റേഷൻ കാണിച്ചു. എന്താ വെച്ചാല് ആഫ്റ്റർ 5 years ഫസ്റ്റ് ബാച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉയരാൻ ചാൻസ് ഉള്ള ഒരു കോഴ്സാണ് IPM. ബിക്കോസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വി ആർ ഫ്രം ദ ബിഗിനിങ് ദ പ്രോഡക്ട്സ് ഓഫ് സച്ച് എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. വി ആർ ആഫ്റ്റർ ദ 12th തന്നെ നമുക്ക് ഒരു കോളേജ് ലൈഫ് തുടങ്ങുമ്പോൾ തന്നെ വി ആർ ട്രെയിൻഡ് ഇൻ സച്ച് എ വേ ടു ഫേസ് ദ വേൾഡ്. അപ്പം അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് കിട്ടിയോണ്ട് തന്നെ the course is really important.
സോ ഇതിൽ ഒരിക്കലും നോ ഡിസ്ക്രിമിനേഷൻ. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ വേണം, കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാ സ്ട്രീമിലുള്ള ആൾക്കാർക്കും എഴുതാവുന്ന എക്സാം ആണ്. എല്ലാ സ്ട്രീമിനും സബ്ജക്ട്സ് പഠിപ്പിക്കും. അപ്പം ദിസ് ഇസ് എ റിയലി വണ്ടർഫുൾ കോഴ്സ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു കൻ ആസ്ക് മീ അറ്റ് ദ ലാസ്റ്റ്. സോ ഞാൻ ഈ കോഴ്സിലേക്ക് എത്താൻ വേണ്ടി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. സർപ്രൈസിംഗ്ലി ഓർ നോട്ട് സോ സർപ്രൈസിംഗ്ലി അതിന്റെ ബേസ് ലേ ചെയ്തത് സിജി തന്നെയാണ്. കാരണം ഒരു 7th 6th ഗ്രേഡ് ആ സമയത്തൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നത്. ഐ യൂസ് ടു റൈറ്റ് ബട്ട് നോട്ട് ടോക്ക് ദാറ്റ് വെരി മച്ച്. അപ്പൊ ഞാൻ ആ സമയത്താണ് ഞാൻ സിജിന്റെ സമ്മർ ക്യാമ്പ് അറ്റൻഡ് ചെയ്തത്. ഇറ്റ്സ് റിയലി ഫേമസ്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ടുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ. അപ്പം ഞാൻ 7th പഠിക്കുമ്പം സിജിന്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ക്ലാസ്സസ് ഒക്കെ എടുത്തു പോയി വന്നാൽ വി നീഡ് ടു സേവ് ഫീഡ്ബാക്സ്, വിൽ ഹാവ് ഗെയിംസ്. ഒരു 3 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ എൻജോയിങ് കൈൻഡ് ഓഫ് ഇതാണ്. ഐ ഹാവ് ഫ്രണ്ട്സ്, ഐ സ്റ്റിൽ ഹാവ് ഫ്രണ്ട്സ് ആ ക്യാമ്പ് എന്നുള്ള, വി ഹാവ് ഗ്രൂപ്പ്സ്. അപ്പം ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫീഡ്ബാക്സ് ഒക്കെ പറയാന് അങ്ങനെ ഇതാക്കിയത്. അപ്പം സിജി ഈസ് ലൈക്ക് ദ സ്റ്റാർട്ട് ഫ്രം വെയർ ഐ സ്റ്റാർട്ടഡ് ടു ടോക്ക്. അത് കഴിഞ്ഞ് എനിക്ക് വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആൻഡ് ഐ വിൽ ഓൾവേസ് ബി താങ്ക്ഫുൾ ടു, ഇസ് മൈ സ്കൂൾ. എനിക്ക് ഈ എന്താ പറയാ സ്റ്റേറ്റ് കലോത്സവം ഇലക്യൂഷനൊക്കെ പങ്കെടുത്ത ഒരാളാണ്. അപ്പം അത് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഫോർ ദിസ് കോഴ്സ്, ഫോർ ദ ഇന്റർവ്യൂസ്, ആൻഡ് ഐ എം ഫ്ലുവന്റ് ഇൻ ഹിന്ദി. അപ്പം അതിനോണ്ട് തന്നെ ഐ എം വെരി താങ്ക്ഫുൾ ഫോർ മൈ സ്കൂൾ. കാരണം ഒരിക്കലും എന്റെ പഠിപ്പിന് കുറെ സമയം ഞാൻ ഈ സ്റ്റേറ്റ് കലോത്സവമായാലും എന്റെ എലക്യൂഷൻസിനായാലും ഇപ്പം സ്വന്തം ടീച്ചർ ബദർ സാർ ഇവിടെ ഉണ്ട്. സാറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സ്കൂൾ. ഞാൻ UHSS ചാലിയം, മുമ്പിച്ചാജി ഹയർ സെക്കൻഡറി സ്കൂൾ ചാലിയം എന്ന സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സ്കൂൾ. അപ്പം അങ്ങനെ ഒരു എൻവയോൺമെന്റ് കിട്ടിയോണ്ട് തന്നെ ഐ വാസ് ലൈക്ക്, എനിക്ക് എന്റെ ടാലൻസിനെ കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു അബിലിറ്റി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും ഫോർ എലക്യൂഷൻസ് ആൻഡ് ഓൾ. ഹിന്ദി എന്റെ ലാംഗ്വേജ് ഡെവലപ്പ് ആയി. അതൊക്കെ ഇപ്പൊ സ്പീക്കിംഗ് ആയാലും ഇംഗ്ലീഷ് ആയാലും ഡ്യൂ ടു ദാറ്റ് ആ കോമ്പറ്റീഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൺലി ഹെൽപ് മീ അറ്റ് ദ ലാസ്റ്റ്. ഇപ്പം ഐ നോ ഹിന്ദി, അതിനോണ്ട് തന്നെ ഇറ്റ്സ് വെരി മച്ച് ഈസി ഫോർ മീ. അപ്പം use all the opportunities you get, even the small steps, even the smallest and the smallest of the steps can matter at the end. So I request all of you to keep on doing the hard work. Just do hard work and നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് തിരഞ്ഞെടുക്കുക. It's 2021. Don't be in pressure. Think about സാറ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഈ കോഴ്സിനെ കൊണ്ട് എന്താണ് എനിക്ക് അല്ലെങ്കിൽ എന്റെ ചുറ്റും ഉള്ള ആൾക്കാർക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇഫ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, എന്റെ ടാലന്റ് അതാണോ, അതൊക്കെ ആലോചിക്കുക. എവറി കോഴ്സ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിഗ്നിറ്റി, എവറി കോഴ്സ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. Be wise to choose what's good for you. Ask help from everybody. Ask help from everybody you can. Don't be ashamed. ഒരിക്കലും ബാക്കോട്ട് എനിക്ക് അയാളോട് ചോദിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ അങ്ങനെ ചോദിച്ചു നിൽക്കരുത്. Your education is what matters. Education എന്ന് പറഞ്ഞാൽ is the best gift you can have. The career is your dream. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരിക്കലും മടിച്ചു നിൽക്കാണ്ട് എല്ലാ സമയത്തും അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ആൻഡ് റിമെമ്പർ, ഇതേപോലെ സിജി പോലെയുള്ള എല്ലാ ഓർഗനൈസേഷൻസും നിങ്ങൾക്ക് 100% സപ്പോർട്ടിന് കൂടെ ഉണ്ട്. ദേ ആർ ഹോസ്റ്റിംഗ് ഈവൻ ഇൻ ദീസ് ടഫ് ടൈംസ്. നിങ്ങൾക്ക് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവർ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ they know the importance of having good education. They know the importance of your career. So please approach anyone whom you know. അതിനി ഞാനായാലും ഓർ എനിബഡി, ഇവിടെയുള്ള പാനൽ എന്നൊക്കെ പറഞ്ഞാല് വലിയ വലിയ ആൾക്കാരാണ്. അപ്പൊ പ്ലീസ് ഡോണ്ട് ബി അഫ്രെയ്ഡ്. ഇഫ് യു ഹാവ് എ ഡ്രീം, വർക്ക് ഫോർ ഇറ്റ് ആൻഡ് പ്ലീസ് ഡു ഹാർഡ് വർക്ക്. താങ്ക് യു. താങ്ക് യു സോ മച്ച് റിയ ഫാത്തിമ. റിയ ഫാത്തിമ ശരിക്കും മോട്ടിവേറ്റ് ചെയ്തു ഈ പാർട്ടിസിപ്പൻസിനെ മുഴുവനും. ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. നമുക്ക് റിയ ഫാത്തിമ പഠിച്ച ഇമ്പിച്ചാലി ഹയർ സെക്കൻഡറി സ്കൂൾ ചാലിയത്താണ്. ആ ചാലിയത്ത് നമ്മുടെ ജില്ലാ ട്രഷറർ ബദർ മാഷ് വർക്ക് ചെയ്യുന്ന സ്കൂൾ കൂടിയാണ്. ബദർ മാഷ് മുഖേനയാണ് റിയ ഫാത്തിമ ഈ പ്രോഗ്രാമിൽ വന്നത്. പ്രത്യേകിച്ച് 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ സിജിയിൽ വന്ന ഒരു ഡൈവേർഷൻ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമുണ്ട്. റിയ സിജിയുടെ ഭാഗമാകണം, ഇതുപോലുള്ള ട്രെയിനിങ് സെഷനിൽ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കണം. നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു IPM കോഴ്സിന്റെ പേരെന്താന്ന് ചോദിച്ചിരുന്നു. IPM എന്ന് ബദർ മാഷ് എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മാനേജ്മെന്റ് സ്ഥാപനങ്ങളാണ്
IEM എന്ന് പറയുന്നത്. ആ IEM-ൽ ഇന്റഗ്രേറ്റഡ് PG കോഴ്സാണ് IPM എന്ന് പറയുന്ന കോഴ്സ്. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് മാനേജ്മെന്റ് അല്ല റിയ. +2 കഴിഞ്ഞ് എൻട്രൻസ് എനി ഗ്രൂപ്പ് കഴിഞ്ഞാലും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടാണ് ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നത്. ഏതായിരുന്നാലും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ലാസ്റ്റ് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാമെന്ന് പറയാം. ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കുകയാണ്. റിയ, പ്ലീസ് വെയിറ്റ്.